വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇപ്പോൾ പഴിചാരലുകൾ വേണ്ടെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. കരാർ കമ്പനിയെ പഴിചാരിയുള്ള സർക്കാർ റിപ്പോർട്ടിലാണ് നിരീക്ഷണം. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമെന്നും ഹൈക്കോടതി. കനത്ത മഴ കണക്കിലെടുത്ത് ജൂൺ 5-ന് തുരങ്കപാത ജോലികൾ നിർത്തിവെപ്പിച്ചുവെന്നും സുരക്ഷ ഉറപ്പാക്കാൻ കരാറുകാരുടെ യോഗം നടത്തിയെന്നും മരണനിരക്ക് കുറച്ചത് സർക്കാരിന്റെ സമയോചിത ഇടപെടലിൽ ആണെന്നുമായിരുന്നു റിപ്പോർട്ട്. കരാറുകാരുടെ മേൽ പൂർണ്ണമായും പഴിചാരിയ സർക്കാർ ഖനനം ചെയ്ത മണ്ണ് നീക്കം ചെയ്യാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ദുരന്ത നിവാരണ സെക്രട്ടറിയും പരിസ്ഥിതി സെക്രട്ടറിയും 2 സ്വതന്ത്ര അന്വേഷണങ്ങൾ നടത്തും. സാങ്കേതിക നിയമ അനുമതികളും പാരിസ്ഥിതിക അനുമതികളും നേടിയോ എന്നും പരിശോധിക്കും. അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി പ്രഖ്യാപിച്ച ധനസഹായം എത്രയും വേഗം നൽകണമെന്നും നിർദ്ദേശിച്ചു. കൂടാതെ പഴിചാരാനുള്ള സമയമല്ല ഇതെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. മൃതദേഹങ്ങൾ വിട്ടു നൽകിയോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ വഴി കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെപ്പിച്ചെങ്കിൽ ഇത്രയും പേർ എങ്ങനെ അപകടത്തിൽപ്പെട്ടു? ദുരന്ത സമയത്ത് നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നവരാണോ അപകടത്തിൽപ്പെട്ടതെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി. അന്വേഷണത്തിലെ കണ്ടെത്താനാകുമെന്നാണ് ഇത് സംബന്ധിച്ച് സർക്കാർ വ്യക്തമാക്കിയത്. ഇന്നലെ വരെ 6 മരണങ്ങൾ സ്ഥിരീകരിച്ചതായാണ് സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർ നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാർ അടുത്ത വെള്ളിയാഴ്ച ഹൈക്കോടതി അറിയിക്കണം. സ്ഥിതിഗതികൾ ഹൈക്കോടതി വിലയിരുത്തും. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത ഹർജിക്കൊപ്പമാണ് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ വിഷയവും ഹൈക്കോടതി പരിഗണിച്ചത്. ജനം, കൊച്ചി.